ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് വീക്ക് ഓഫാണ്. അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് റെഡിയായി. ഇന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. രാവിലെ തന്നെ അമ്മമ്മേനെയും കൂട്ടി നേരെ ബാങ്കിലേക്ക് പോയി. അമ്മമ്മയ്ക്ക് ഇന്ന് പെൻഷൻ്റെ പൈസ എടുക്കാനുണ്ട്. അതുകൊണ്ട് ഞാനും അമ്മമ്മയും കൂടെ നേരെ ബാങ്കിലേക്ക് പോയി. അങ്ങനെ നേരെ ബാങ്കിലെത്തി. അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് അവസാനം പൈസ എടുത്തു. അവിടെ നിന്ന് അമ്മമ്മേനെ വീട്ടിലാക്കിയിട്ട് നേരെ ബൈക്ക് എടുത്ത് കോളേജിലേക്ക് പോയി. കോളേജിൽ നിന്ന് കുറേ വിളിക്കുന്ന സർട്ടിഫിക്കറ്റ് വന്നിക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വാങ്ങാനായിട്ട് നേരെ കോളേജിലേക്ക് പോയി. അങ്ങനെ നേരെ കോളേജിലെത്തിയപ്പോൾ ചേച്ചി അവിടെ വെറുതെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ചേച്ചി സർട്ടിഫിക്കറ്റൊക്കെ തന്നു. അങ്ങനെ ലോജിസ്റ്റിക് പഠിച്ചതിൻ്റെ കംപ്ലീറ്റ് ആയതിൻ്റെ സർട്ടിഫിക്കറ്റും കിട്ടി. അങ്ങനെ സർട്ടിഫിക്കറ്റ് വാങ്ങി വരുന്ന വഴിക്ക് നമ്മളെ പറമ്പത്തുള്ള ജഡീസ് കയറി. നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ബിരിയാണി റൈസ് മാത്രം വാങ്ങി കഴിച്ചു. അവിടെ നിന്ന് ഫുഡും കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതുലിനെ കണ്ട്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞാനും സവാദും കൂടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് ഇറങ്ങി. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഡ്രസ്സ് വാങ്ങുന്നുണ്ട്. സ്റ്റുഡിയോയിൽ എന്തൊക്കെയോ ഓഫർ ഉണ്ടെന്ന് കേട്ടപ്പോൾ നേരെ പാവങ്ങാടുള്ള സ്റ്റുഡിയോയിലേക്ക് വന്നു നമ്മൾ. അവിടെ നിന്നൊരു ഷർട്ട് എടുത്തിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വേറൊരു ഷർട്ട് എടുത്തിട്ട് അതും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഒന്നും റെഡിയായില്ല. അവിടെ നേരെ മാക്സിലേക്ക് പോയി. അവിടെ എല്ലാത്തിനും തൊട്ടാ പൊള്ളുന്ന പൈസയാണ്. അതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിയില്ല. അവിടെ നിന്ന് എസ് പോകുന്ന വഴിക്ക് ബൈക്കിന് ചെറിയൊരു പണി കിട്ടി. ഫ്രണ്ട് ബ്രേക്ക് ജാമായിപ്പോയി. അങ്ങനെ ഞാനും സവാദും കൂടെ അതെങ്ങനെയൊക്കെയോ റെഡിയാക്കി കഴുകാൻ നോക്കിയപ്പം അവിടെ ഒരു തട്ടുകട കണ്ട്. എന്തായാലും തട്ടുകട പോയി കഴുകി അവിടെ നിന്ന് വടയും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നേരെ അവിടെ കയറി. അവിടെ നിന്ന് നല്ല 2 വടയും സാമ്പാറും ചട്നിയും ഒക്കെ കഴിച്ചു. അതൊക്കെ കഴിച്ച് എസ് ഇവിടെ സ്ഥിരമായിട്ട് ഞാൻ ഡ്രസ്സ് എടുക്കുന്നൊരു കട ഉണ്ട്. അവിടെ പോയി അവിടെ എന്തെങ്കിലും കിട്ടുമോ നോക്കി. പക്ഷേ അവിടെ നിന്നൊന്നും കിട്ടിയില്ല. തടിയന്മാർക്ക് ഡ്രസ്സ് എടുക്കാൻ ഇവിടെ സ്ഥലമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ആ പ്ലാൻ ക്യാൻസലാക്കി നേരെ ബീച്ചിൽ പോയി. അങ്ങനെ അവിടെ നിന്ന് വരുന്ന വഴിക്ക് രാത്രി ആയല്ലോ, അപ്പോൾ വിശക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ പുതിയങ്ങാടിയുള്ള നമ്മളൊരു കട ഉണ്ട്. അവിടെ കയറി ഒരു ബീഫ് ചില്ലിയും പൊറോട്ടയും കഴിച്ചു. അതും കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. ഇനിയിപ്പോൾ എന്തായാലും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അടുത്ത ദിവസം ഒന്നും സെറ്റാക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.